ആ എല്ലാവരും ഉണ്ടല്ലോ. ഞാനിങ്ങനെ ചാടിക്കറങ്ങിയാനെ. പിന്നെ എന്താ അർത്ഥം? രാവിലെ പുട്ടും ചായം കുടിക്കാണ്. ആ നിങ്ങൾക്കേ നല്ലൊരു ലാഭം കിട്ടുന്ന ഒരു പരിപാടി പറഞ്ഞിട്ട് താല്പര്യം ഉണ്ടോ? ലാഭം കിട്ടണമെങ്കിൽ താല്പര്യം ഉണ്ടല്ലോ. ലാഭം കിട്ടണതാണ്, മുഴുവൻ ലാഭം തന്നെ. നമുക്ക് ചെറിയൊരു സമയം, ഒരു ദിവസം അരമണിക്കൂർ 30 മിനിറ്റ് മാക്സിമം പോകുള്ളൂ. മുഴുവൻ ലാഭം തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു 30 വയസ്സ് കഴിഞ്ഞവർക്ക് ചെയ്യാൻ പറ്റിയൊരു പരിപാടിയാണ്. പൈസ മുടക്കണോ? പൈസക്കൊരു ചിലവില്ല. നമ്മുടെ ദിവസത്തെ ഒരു അരമണിക്കൂർ മാറ്റി വെച്ചാൽ മതി. ശരി, അനക്ക് താല്പര്യം ഉണ്ടോ? അനക്ക് 30 വയസ്സ് കഴിഞ്ഞാലേ എന്നാൽ അത് വേഗം കുടിക്കേ. നമുക്കേ ഇങ്ങനെ അങ്ങോട്ടൊന്ന് പോവാം. നമുക്കെല്ലാം നമ്മുടെ വിലമതിക്കാനാവാത്ത സ്വത്ത് എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യം തന്നെയാണ്. അതിലാർക്കും ഒരു സംശയവുമില്ല. അതിനുവേണ്ടി നമുക്ക് അരമണിക്കൂർ മാറ്റിവെക്കാൻ കഴിയുകയാണെങ്കിൽ, നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ കഴിയുകയാണെങ്കിൽ അതിനേക്കാൾ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വേറെ ഇല്ല. ആരോഗ്യമില്ലെങ്കിൽ ഒന്നുമില്ല. പ്രാർത്ഥന പോലും ചെയ്യണമെങ്കിൽ നമുക്ക് ആരോഗ്യം വേണം. അരമണിക്കൂർ കൊണ്ട് നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്ന MEX7 എന്ന ഒരു പദ്ധതി ഈ നമ്മുടെ പട്ടാമ്പിയിലും വന്ന് കേട്ടോ. പോക്കുപിടിയാണ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വ്യായാമം ചെയ്യുന്നത് MT's കൺവെൻഷൻ സെൻറ്ററിലാണ്. അപ്പോൾ എല്ലാ ദിവസവും 6:30 മണിക്ക് ഇത് ഇവിടെ നടക്കുന്നുണ്ട്. ഒരുപാട് ജനപ്രാതിനിധ്യം ഉണ്ട്. 30 വയസ്സിന് മുകളിൽ ചെന്നവർ മുതൽ 72 വയസ്സ് വരെ ഉള്ള ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് കേട്ടോ. അവർക്കൊക്കെ ദൈനംദിനമായിട്ടുള്ള ഒരുപാട് അസുഖങ്ങൾ ഉള്ള ആളുകളാണ്. അവർക്കൊക്കെ അതിൽ നിന്നും ആ അസുഖങ്ങൾ കുറഞ്ഞതായിട്ടും അതിൽ നിന്ന് പൂർണ്ണമായിട്ട് മുക്തി നേടിയതും എല്ലാം അവരുടെ അനുഭവങ്ങൾ കുറച്ച് ഇതിൽ പങ്കുവെക്കുന്നുണ്ട്. ചെറിയ കുട്ടികൾ അവരോട് നമ്മൾ നിർബന്ധിക്കുക, അവർക്ക് കഴിയുന്നത് ചെയ്താൽ മതി. ഏത് വ്യക്തിക്കും കഴിയുന്നത് ചെയ്താൽ മതി. ചെയ്യുന്നത് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. നന്നായിട്ട് ബ്രീത്തിങ് ആണ് കൂടുതലായി വരുന്നത്. അലർജി പ്രശ്നം ഒക്കെ മാറുന്നുണ്ട് ബ്രീത്തിങ്. ഞാനിത് സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് ഡേ വന്നിട്ടുണ്ട്. അന്ന് മുതൽ ട്രെയിനറാണ്. 4 ദിവസം അനുഭവങ്ങൾ എന്താ പറയാനുള്ളത്? അനുഭവം എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഭയങ്കര ഹാപ്പി, രണ്ടാമത് എല്ലാ സന്തോഷം, ഭയങ്കര സന്തോഷം. പിന്നെ ഒരുപാട് ഫ്രണ്ട്സുകളെ കിട്ടി. പിന്നെ അസുഖങ്ങൾ 90% മാറി. ഒരുപാട് ഗുണങ്ങൾ, സർജറി വരെ ഉള്ളത് മാറ്റി. ഡോക്ടർ വേണ്ടായിരുന്നു. എനിക്ക് ആയാറ്റിസെർണിയന്റെ അസുഖം ഉണ്ടായിന്. സർജറിക്ക് പറഞ്ഞതായിരുന്നു. ഡോക്ടർ ഇനി വേണ്ട ചെയ്യണ്ടായിരുന്നു. അതുകൊണ്ട് മാറ്റം വന്നു. യോഗ നിർത്തരുതായിരുന്നു. ജമാല്, മലപ്പുറം ഈസ്റ്റ് ജില്ല MEX7 കോർഡിനേറ്ററാണ്. ഇപ്പോൾ ഞങ്ങൾ ഫസ്റ്റായിട്ട് പാലക്കാട് ജില്ലയിൽ ഓങ്ങല്ലൂർ പോക്കുപാട് അൽഹുദ സ്കൂൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അവരാണ് അവിടെ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ മലപ്പുറം ഈസ്റ്റ് ജില്ലേൻ്റെ ഒരു 10-20ഓളം സെൻറ്ററുകളിൽ നിന്നുള്ള 250 ആളുകൾ ഞങ്ങൾ ഒരു ടൂർ പ്രോഗ്രാമാണ്, ഉല്ലാസയാത്രയാണ്. ആരോഗ്യത്തോടൊപ്പം ഉല്ലാസം കൂടിയാണ് ഇതിൽ, സന്തോഷം എല്ലാം കൂടിയാണ്. അപ്പോൾ എന്നും രാവിലെ 6 മുതൽ ആ ഒരു 1/2 മണിക്കൂർ, 6:30 വരെ, അല്ലെങ്കിൽ 6:30 മുതൽ പല സ്ഥലത്തും ടൈമിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട്. നമ്മൾ നിത്യശൈലി രോഗങ്ങൾ, ജീവിതശൈലി രോഗങ്ങളുണ്ടല്ലോ, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, മൈഗ്രെയിൻ്റെ ബാലൻസിങ് പ്രശ്നങ്ങൾ എല്ലാം 10-15 ദിവസം കൊണ്ട്. അപ്പോൾ നമ്മൾ പോക്കുപടിയിൽ തന്നെ എല്ലാവർക്കും നല്ല റിസൾട്ടാണ്. കാരണം പട്ടാമ്പിയിലേക്ക് ഇത് ഫസ്റ്റ് കടന്നു വന്നു. ഇനി പട്ടാമ്പിയിൽ ഇത് എല്ലാ സ്ഥലത്തും, പാലക്കാട് ജില്ലയിലെ എല്ലാ സ്ഥലത്തിലേക്കും ഇത് പോകും. എല്ലാ കേരളത്തിൻ്റെ പുറത്ത്, അപ്പോഴും പിന്നെ ഇന്ത്യക്ക് പുറത്തും മറ്റു വിദേശ രാജ്യങ്ങളിലൊക്കെ, നമ്മുടെ സൗദി, ബഹ്റൈന്, ബ്രൂണ, ചൈന പോലത്തെ എല്ലാ സ്ഥലങ്ങളിലും ഇത് ഈ ആളുകൾ പോയി വ്യാപിച്ചിട്ടുണ്ട്. തുടക്കം നമ്മളെ ക്യാപ്റ്റൻ സലാഹുദ്ദീൻ സാറ് തുറക്കലെ കൊണ്ടോട്ടിയുള്ള ആളെത്തിയില്ല. അദ്ദേഹം ഇന്ന് തിരക്കലാണ്. കൊടക്കാട് ഒരു ഉദ്ഘാടനം ഉണ്ടായതുകൊണ്ട് എത്തിയില്ല. മൂപ്പര് വീഡിയോ സന്ദേശം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അവിടുന്ന് 2012 ഒരു സാധാരണ സാമ്പ്രദായിക യോഗം നടപ്പിലാക്കുകയും, പക്ഷെ അതിൽ ആളുകൾ കുറച്ച് കിടന്നും മറ്റൊക്കെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് വരാതിരിക്കുകയും, പിന്നെ അദ്ദേഹത്തിൻ്റെ പട്ടാള ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്ത ആ ഒരു എക്സ്പീരിയൻസിൽ ഒരു മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ 7 MEX7 അതാണ് മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ, ഷോർട്ടൺ MEX7. അത് 7 ഐറ്റം ബ്രീത്തിങ്, പിന്നെ എയറോബിക് പോലത്തെ 7 ഐറ്റം. അതിൻ്റെ 7 ഐറ്റത്തിൻ്റെ 21 വകഭേദങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് 2012 അദ്ദേഹം കൊണ്ടുവന്നെങ്കിലും 2022 വരെ അദ്ദേഹം റിസർച്ച് ചെയ്ത് പല ആളുകളെ കൊണ്ട് ഇത് ചെയ്യിച്ച് റിസൾട്ട് വന്നതിന് ശേഷം 2020 കേരളത്തിൽ നമ്മളെ മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി നിന്നാണ് 2020 വിദേശമല്ലേ 2022 ഇത് പിന്നെ അവിടുന്ന് ബൂം ചെയ്യുന്നത്. 200 ചില്ലാന സെന്ററുകളുണ്ട്
അതിൽ ലക്ഷക്കണക്കിന് ആളുകൾ ദിവസം, കാരണം ഇവിടെ തന്നെ ഇപ്പോൾ നോക്കിയാൽ 15 ദിവസമായിട്ടുള്ളൂ പോക്ക് പഠിക്കാത്ത സെൻറ്റർ തന്നെ. അത് ഇനിയിപ്പോൾ അടുത്തടുത്ത് ഇവിടെ പൊയിലൂർ തുടങ്ങണമെന്ന് അറിയേണ്ടത്, കാരക്കാട് തുടങ്ങണമെന്ന്, ഷൊർണൂർ തുടങ്ങണമെന്ന് അറിയുന്ന ആളുകൾ. കാരണം ഈ 20, 30, 40 കൊല്ലം നമ്മൾ തിന്നും കുടിച്ചുണ്ടാക്കിയ രോഗം, അത് നമുക്ക് പല മരുന്നുകൾ കുടിച്ചിട്ട് മാറാത്ത രോഗങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് ആളുകൾക്ക് റിസൾട്ട് കിട്ടുകയാണ് ഇതിൽ. ഇത് പ്രത്യേകം പറയേണ്ട, ഒരു രൂപ പോലും ഫീസില്ല. രൂപ പോലും വാങ്ങിക്കാതെ നമ്മുടെ ശരീരത്തിന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ടൈമാണ്. അതാണ് അതിന്റെ ഏറ്റവും വലിയ. ഒരു ഉറപ്പല്ല, ഒരു ഫീസില്ല, ഒരു ഇടൻ അജണ്ട ഇല്ല ആളുകൾക്ക്. ഇതിന്റെ കളരി ഏതിന് പോയാലും പൈസ ഉണ്ട്. ഇതിന് ഒരു രൂപ പോലും ഇൻവെസ്റ്റ് ഇല്ല, ഫീസ് ഇല്ല. മുഴുവൻ ലാഭമാണ് നമ്മുടെ ശരീരത്തിൽ. നമ്മൾ ടൈം മാത്രം ഒരു അരമണിക്കൂർ, 24 മണിക്കൂറിൽ നമ്മൾ ആകെ ഒരു അരമണിക്കൂർ 30 മിനിറ്റ് മാത്രമാണ് നമുക്ക് നഷ്ടം എന്ന് പറയാനുള്ളൂ. ബാക്കി കിട്ടുന്നൊക്കെ ലാഭമാണ്. ഞാനിത് തുടക്കം മക്രാമ്പ് തുടങ്ങിയത് അവിടെ തുടക്കം മുതൽ അന്ന് മുതലുണ്ട്. അപ്പൊ അന്ന് എനിക്ക് ഷുഗർ ഒരുപാടുണ്ടായിരുന്നു. മരുന്ന് ചെറിയ മരുന്ന് കുടിച്ചിരുന്നു. അതിന്റെ അടിയിൽ കുറഞ്ഞു വന്നു. പിന്നെ അതിന്റെ അടിയിൽ എനിക്കൊരു കഴിഞ്ഞൊരു ചെറിയൊരു അപകടം പറ്റി. അതിൽ ആ അപകടത്തിൽ ഷുഗർ 390ആയി. അതിന്റെ പിറ്റേന്നാണ് ഞാൻ മെക്സാന് വന്നത്. ഒരു മാസം ചെയ്തപ്പോൾ 143 മാറി. വീണ്ടും ഒരു മാസം കഴിഞ്ഞപ്പോൾ 95 ഇപ്പോൾ നിലവിൽ ഷുഗർ. അപ്പൊ എല്ലാം കൊണ്ടും ഈ മെക്സവൻ ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു എനർജി കിട്ടും നമുക്ക്. രാവിലെ ഒരു എനർജി പ്രത്യേക. എനിക്കാണ് ഇപ്പൊ 64 വയസ്സായി. ഇപ്പോൾ ഞാൻ 2 കിലോമീറ്റർ ഓടും, 2 കിലോമീറ്റർ നടക്കും. അപ്പൊ നമ്മുടെ പോക്ക് പിടിക്കത്തെ ഈ ടീമിനെ കോർഡിനേറ്റ് ചെയ്യണ സൈദിൽ മുത്തുക്കാന്നാണ് ഞങ്ങൾ വിളിക്കുക. പാലക്കാട് ജില്ലയിൽ ആദ്യമായിട്ട് വന്നത് നമ്മുടെ ഓങ്ങല്ലൂര് പോക്കുപടിയിലാണ്, അൽഹുദ സ്കൂളിൽ. അതിന്റെ അതിയായ സന്തോഷമുണ്ട് ആ കാര്യത്തില്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് പല ക്യാമ്പുകളായിട്ട് തിരിഞ്ഞു പോകാൻ വേണ്ടി പോക്കുപടി പറഞ്ഞിട്ട് 20 ദിവസത്തോളായി. 20 ദിവസമായിട്ട് ഇത്ര ജനപ്രാതിനിധ്യം ഉണ്ടല്ലേ? 100-100ഓളം ആൾക്കാര്. അതിപ്പോ സ്ഥിരമായിട്ട് 60-65 ആൾക്കാർ മെമ്പർമാരുണ്ട്. ഇപ്പൊ 100 ആൾക്കാർ ഉണ്ട് ഓൾറെഡി വരുന്നുണ്ട്. പിന്നെ മാറ്റങ്ങളുണ്ട്. ഒറ്റ വന്ന് നാളെ മാറുന്നല്ല പറഞ്ഞത്. ഒരുപാട് കുറവുണ്ട്. മരുന്നുകൾ നമുക്ക് കുറക്കാം. ക്രമേണ നമുക്ക് മരുന്നുകൾ ഇല്ലാതെയാക്കാം. ദൈനംദിന അസുഖങ്ങളുണ്ടല്ലോ, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, അതിനൊക്കെ നമ്മൾ ഒരുപാട് മരുന്നുകൾ കഴിച്ചിട്ട് നമ്മുടെ ശരീരത്തിന് ഒരുപാട് സൈഡ് എഫക്റ്റുകൾ ഉണ്ടാക്കണം. മരുന്ന് കഴിക്കുന്നത് ഒരിക്കലും നല്ലതല്ലോ. അപ്പൊ അത്തരത്തിലുള്ള അസുഖങ്ങൾക്കൊക്കെ ഇത് ഒരുപാട് ഗുണം ചെയ്യും. ഒരു ദിവസം കൊണ്ട് മാറുന്നല്ല, കാലക്രമേണ അത് നമുക്ക് മരുന്ന് കുറക്കാം, ഡോസ് കുറക്കാം. അത്തരത്തിലുള്ള ഒരുപാട് ഉപകാരങ്ങൾ ഇതുകൊണ്ട്. അല്ല, അന്നത കഴിക്കാൻ പാടുള്ളൂ, ഇന്നത് കഴിക്കേണ്ട അതൊന്നുമില്ല. അവനാന്റെ ശരീരത്തിന് അവനാൻ ഇഷ്ടമുള്ളത് കഴിച്ച് കുറേശ്ശെ കഴിച്ച് രാവിലെ വന്ന ഒരു അരമണിക്കൂർ 25 മിനിറ്റ് ആണ്. 25 മിനിറ്റ് എക്സസൈസ് എല്ലാ ദിവസവും 6:30 മണിക്ക് ഉണ്ടാവും. ആർക്ക് വേണമെങ്കിൽ പ്രത്യേകിച്ച് ഫീസോ ഒരു സംഘടന, ഒരു രാഷ്ട്രീയം ഒന്നും, മതം, രാഷ്ട്രീയം ഒന്നുമില്ല. 6:30 മണിക്ക് വരിക. കുറച്ച് സൗഹൃദങ്ങള് കൂട്ടത്തില് നമ്മളെ ആരോഗ്യം, മനുഷ്യനായ മതി, ആർക്കും വരാം.